പഠനത്തിൽ കടൽ നിരപ്പ് ഉയരുന്നത് മൂലം ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന പ്രദേശം ഇടക്കൊച്ചിയിലെ 15-16 ഡിവിഷനുകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2050 ആകുമ്പോഴേക്കും കൊച്ചിയുടെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാവുമെന്ന് പറയുമെങ്കിൽ ഇപ്പോൾ പറയുന്നത് 2040 ആകുമ്പോൾ തന്നെ അത് സംഭവിക്കും. അതിന്റെ തുടക്കമെന്ന രീതിയിൽ ഇപ്പോൾ ഈ ഒരു വർഷമായിട്ടാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമൂലം ഞങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമാണ്. അത് അനുഭവിക്കുന്നവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും. കുടിവെള്ള ടാങ്കിൽ മലിനജലം കലരുന്നു. ഈ പുഴയിൽ നിന്ന് കയറി വരുന്ന വെള്ളം കാണയിലൂടെ കയറി റോഡിലേക്ക് എത്തുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലെ വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തുന്നു. അത് കുടിവെള്ള ടാങ്കിലേക്ക് കലരുന്നു. കുടിക്കാൻ വെള്ളം എടുക്കാൻ പറ്റുന്നില്ല. ദിവസേന ടാങ്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾ. നാളെ വെള്ളപ്പൊക്കം കുറയുമെന്ന് കരുതുന്നുവെങ്കിലും നാളെ വീണ്ടും അതേപോലെ തന്നെ പൂർവാധി ശക്തിയായിട്ട് തന്നെ വെള്ളം കയറുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. മാത്രമല്ല, ശുചിമുറി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കക്കൂസിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന കക്കൂസിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. കക്കൂസ് മാലിന്യം താഴോട്ട് പോകുന്നതിനുള്ള അവസ്ഥ എന്ത് ചെയ്യും? സ്ത്രീകളും കുട്ടികളും എങ്ങനെ ചെയ്യും? രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകണം. കുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് വെള്ളത്തേക്കാണ് കാല് വെക്കുന്നത്. സോക്സും ഷൂവും ഊരി കയ്യിൽ പിടിച്ച് വേഗം വന്ന് വഴിയിൽ ചെന്നിട്ട് വെള്ളമില്ലാത്ത സ്ഥലത്ത് ചെന്നതിന് ശേഷമാണ് സോക്സും ഷൂവും ഇട്ട് വീണ്ടും യാത്ര തുടരുന്നത്. ഇത് ഒരു ദിവസത്തെ കാര്യമല്ല, ദിവസേന നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അസുഖബാധിത പ്രദേശമാണിത്. 2 ഡെങ്കിപ്പനി വന്ന് 2 പേര് മരിച്ച സ്ഥലമാണ് അംബേദ്കർ റോഡിന്റെ പരിസരം. 2 പേര് മരിച്ചു. ആരോഗ്യ മേഖലയിൽ ഒരാളും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല, പ്രദേശം സന്ദർശിച്ചിട്ടില്ല. ഈ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായതിനു ശേഷം ഞങ്ങൾ സഹികെട്ടിട്ട് ഞങ്ങൾ റോഡ് ഉപരോധിക്കേണ്ടി വന്നു. കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് 2 കാര്യങ്ങൾ നടന്നത്. അതിന്റെ പേരിൽ കോടതി കേസ് ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കൊച്ചിയിൽ ഇപ്പൊ ഇടക്കൊച്ചി 15-16 ഡിവിഷനിൽ പ്രധാനമായിട്ടും അഭിമുഖീകരിക്കുന്നത് ഏറ്റവും വലിയ ആയിട്ട് ജനങ്ങള് വലിയ പ്രതിസന്ധി നേരിടുന്നത് ഈ വേലിയേറ്റത്തിന്റെ വിഷയമാണ്. ഇഷ്മാം 27 ഏക്കറിൽ നിലനിൽക്കുമ്പോൾ തന്നെ മീനുകൾക്ക് സംരക്ഷണം കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് സംരക്ഷണം നൽകാത്ത ഒരു ഗവൺമെന്റാണ് ഈ നാട്ടിലുള്ളത്. അപ്പോൾ ഈ നാട്ടിൽ ഗവൺമെന്റ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ആരാണ് സംരക്ഷണം കൊടുക്കേണ്ടത്? അപ്പൊ സംരക്ഷണം കൊടുക്കേണ്ടവർ മാറി നിൽക്കുമ്പോൾ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുകയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി. ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും അടക്കം ഒരു അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഭൂമിക്കടിയിൽ, അതായത് ഇപ്പോ ഒരു മൃതദേഹം സെന്റ് മേരീസ് ചർച്ചിൽ ഒരു മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ ഒരു 30 സെന്റിമീറ്ററോ 40 സെന്റിമീറ്ററോ താത്തുമ്പോൾ തന്നെ ആഴത്തിലേക്ക് വരുമ്പോൾ തന്നെ വെള്ളം പൊങ്ങുകയാണ്. ഭൂഗർഭജലം അത്രത്തോളം നമ്മളുടെ മേൽപോട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ള അവസ്ഥ. കാരണം ഭൂഗർഭജലം ഇല്ലാതായി, മലിനീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഒരു പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർശ്വഭിത്തികളെല്ലാം തകർന്നിരിക്കുന്നു. ശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കാലാഹരണപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇടക്കൊച്ചിയിൽ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതേ അവസ്ഥ അതേ മാറ്റം വരുന്നില്ല. ഈ കൽക്കെട്ടുകളിൽ കൂടുതൽ നടന്നിട്ട് ഇത്രയും വെള്ളക്കയറ്റം വന്നിട്ട് ഒരു അധികാരികളും ഇന്ന് വരെ അവിടെ വന്നില്ല. പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൗൺസിലറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ റോഡ് ഉപയോഗിച്ചു. അതിനെ തുടർന്ന് താൽക്കാലികമായിട്ടുള്ള ഒരു കല്ലിൽ പൊടിയിടുന്ന രീതിയിലുള്ള നടപടികൾ മാത്രമേ എടുത്തുള്ളൂ. അല്ലാതെ വേറെ നിർത്തില്ല. നമുക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് എല്ലാ അധികാരികളുടെയും മുമ്പിൽ കാര്യങ്ങൾ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കൽക്കെട്ടുകൾ നിർമ്മിച്ച് ഞങ്ങളുടെ പ്രദേശം സംരക്ഷിക്കുക.